പറഞ്ഞടി. എടി സത്യമായിട്ടും വിശ്വസിക്കും, ഞാൻ കൊടുക്കാം. കാര്യം പറയുമെന്ന് അറിയത്തില്ല. സംസാരിക്കാവോ? പെങ്ങളാ നിങ്ങളുടെ നിന്റെ അങ്ങനെ കാണണേ. ഇത്രയും നേരം ഒരു കുഴപ്പമില്ല. അവൻ കാരണം ഞാൻ കണ്ടോണ്ടിരിക്കണ്ട. ഗോൾ അടിച്ചില്ലേ? അല്ല, ആ മതാ മേടിച്ചു പോയി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. കള്ള പട്ടി അടുത്ത് വരുന്ന കൊടുത്ത് ബിജു ഇവിടെ വരുന്നുണ്ട്. എന്തൊക്കെ ഉപകാരങ്ങളുണ്ടെന്ന് അറിയാമോ? ബിജു വിറക് കീറും, ബിജു വെള്ളം കോരും. ഇതൊക്കെ വെള്ളം കോരി കൊടുക്കാൻ ബിജു, വിറക് കീറി കൊടുക്കാൻ ബിജു, റേഷൻ കയറ്റാൻ ബിജു, എന്റെ ഇലയെടുക്കാൻ സിജു, തനി ബിജു. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ അനിയത്തി ഷോർട്സ് ഇട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം 2 ഷോട്ട് അടിച്ചിട്ട് വന്ന അമ്മാവൻ പാശ്ചാത്യ വസ്ത്ര സംസ്കാരത്തെ നല്ല രീതിയിൽ വലിച്ചു കയറി. ഈ യൂട്യൂബ് ഷോർട്സ് കാലേക്കൂടെ വലിച്ചു കയറ്റുന്ന സാധനമല്ലെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ എന്ത് ചെയ്താൽ മനസ്സിലാകും. അവളെ എടുത്ത് കളയണം. എന്നിട്ട് ഈ സുമതി എന്ന് പറയുന്നവളെ കേട്ടണം. ഈ രമണി എന്ന് പറയുന്നവൾക്കുണ്ടല്ലോ അഭിനയിക്കാനേ അറിയത്തില്ല. അഭിനയില്ലാഞ്ഞിട്ടല്ല, സഹകരണം ഇല്ലാഞ്ഞിട്ടാ. ചെയ്തിട്ട് ഞാൻ പോവാ. കച്ചം കാണിച്ചോണ്ട് സ്പ്രേ അല്ല, ഗ്യാസാ. പല അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മുടി വളർത്തി ആരെ കണ്ടാലും ഇവര് കഞ്ചാവാണെന്ന് പറയും. ഈ ഹെയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മുടി വളരും. അമ്മാന്റെ വിചാരം ഇതാണ്ട് ഹാഷിഷ് ഓയിൽ തേച്ചാണ് കിളിപ്പിക്കുന്നത്. പിന്നെ തുറന്നു കാണിക്കാത്ത സ്വർണ്ണോടെയൊന്നും അല്ലോ സാറാണ് ഈ ചെന്നേക്കണേ. ഇപ്പൊ കൊമ്പനാണ് ഓടിക്കൊണ്ടു തൂക്കി ഇങ്ങനെ എടുത്തിട്ട് ചോദിക്കണേ. ഞാനില്ലാത്ത നേരത്ത് എന്റെ പെണ്ണുമ്പിള്ള പ്രിന്റ് കസ്റ്റഡിക്കൂടാന്ന് ചോദിച്ചു. ഒറ്റ അല്ലേ അപ്പൊ ഈ ആന സംസാരിക്കൂ? കള്ളക്കഥ പറഞ്ഞ പല്ലി വരെ സംസാരിക്കും. എന്റെ ദൈവം തമ്മിലല്ല, ഞാൻ ആദ്യമായിട്ട് റോക്കറ്റ് ആണ്. എടേ, ഇത് ആര് വിട്ടാലും നല്ല ഭക്തിയോടാണ് വിട്ടത്. അതിനനുസരിച്ച് ഈശ്വരാന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അയ്യോ, ഈശ്വരാന്നല്ല, അത് ISR എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കൈന്നൊക്കെ കേട്ടി ഇടുവേ. അച്ഛന്റെ വിയോഗം ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്റെ അച്ഛന്റെ വിമാനം ദോശ കടിച്ചു പിടിച്ച് നക്കി തിന്നാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ചായ കുടിക്കാം, ചായ കുടിക്കാം, അതിന് കുഴപ്പമില്ല. പാടില്ല. എന്റെ ചേട്ടന് ഷുഗർ ഉള്ളതല്ലേ. കല്യാണം, മരണം, അങ്ങനെ ഏത് ചടങ്ങ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഒരു ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അമ്മാവനായിരിക്കും. കല്യാണത്തിന് താലി എടുക്കണേലും അമ്മാവൻ പറയണം, മരണത്തിന് ബോഡി എടുക്കണേലും അമ്മാവൻ തന്നെ പറയണം. അഭിനയിച്ചിട്ടുണ്ടോ? അവസരം തേടി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല. കലിങ്ക്, തെന്നട, തെലുങ്ക്, കന്നഡ, എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയാം. മാത്രമല്ല വാവ ഉണ്ടാവാൻ വേണ്ടിട്ടേ ഇംഗ്ലീഷ് നോക്കണോ ആയുർവേദം നോക്കണോ? രണ്ടും നോക്കണ്ട. നിന്റെ പെണ്ണുമ്പിള്ളേനെ മര്യാദ നോക്കിയാൽ മതി. ഇപ്പോഴൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ആ കഴുത്തിൽ പാമ്പിന്റെ ടാറ്റു ഉണ്ടല്ലോ, സൂപ്പർ. അയ്യോ, അത് ടാറ്റു അല്ലാന്ന്, പിന്നെ വട്ടച്ചൊറിയ അമ്മച്ചി പച്ചല തച്ചിട്ട് വന്നത്. അയ്യോ, അതായിരുന്നു. മറ്റേ തരിയുടെ സാബുല്ലേ, അവൻ എന്നെ ചാറ്റ് ചെയ്തിട്ട് ഞാനൊരു മെസ്സേജ് അവനോട് അയച്ചു കൊടുത്തു. ഞാൻ ചേട്ടാ തരാം, ആരും അറിയരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം. എടാ, നീ ഇവിടെ ഇങ്ങനെ ജോലിക്ക് വിടാ, നിനക്ക് എന്തെങ്കിലും പണിക്ക് പോയി വിടാ. എന്റെ പേരെന്താ? ബാലൻ. ബാലൻ ബാലൻ നിരോധിച്ച് അറിയാമോ? പുള്ളിക്കലിന്റെ കണ്ണുകൾ, മാനിന്റെ ചെവികൾ, തത്തമ്മയുടെ ചുണ്ടുകൾ, മൈപ്പീലി പോലത്തെ മുടികൾ. ഇങ്ങനത്തെ പെണ്ണ് ഈ ലോകത്തേ ഇല്ല. അതെന്ത് ഇത്രയും അഭിഹിതം ഒരുമിച്ച് കിടക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. പുതിയ ആളാളുകളുണ്ട്. അതും പൊളിഞ്ഞു. പുതിയ ആളായോട് പറയുവാ. കറക്റ്റ്. ഒരു മിനിറ്റ്. അതിനാ സംഭവം ഇവിടെ ഒന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവാ. അങ്ങോട്ട് കയറി ആ ഫ്രണ്ട് ഒന്ന് പൊക്കി പിടിച്ചേ. ഫ്രണ്ട് പോക്കുന്ന എന്തിനാ? മകടത്തിൽ റാണി അടിക്കാനല്ല, മേളം കിടന്ന് ആടും. അയ്യോ, എടാ കാണണ്ടെന്നൊന്നും പറയാ. നിന്റെ ഫ്രണ്ട് അല്ല, വളത്തിന്റെ ഫ്രണ്ട് പൊക്കി പിടിക്കാൻ. ഇതെന്തിന് 3 എണ്ണം അടിക്കട്ടി നോക്കിട്ട്? ഇത് അകലെയുള്ള സീൻ പിടിക്കാം. അപ്പൊ ഇതാ ഇത് അടുത്തുള്ള സീൻ പിടിക്കാം. അപ്പൊ ഈ മൂന്നാമത്തെ ഇത് രണ്ടും എവിടെയാ വെച്ചേക്കുന്നത് കണ്ടു.
ചെറുക്കന് താടി മീശം വളരാന് കരട് നെയ്യ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് മുളമ്പത്തിട്ട് നെയ്യല്ലോ നീ കൊണ്ട് കൊടുത്തത്. അതിനിപ്പോ എന്താ പറ്റി? ആ ചെറുക്കൻ അതെല്ലാം കൂടെ പെരട്ടി വെച്ചിട്ട് മോന്തി കൂടെ മുള്ളു ഇറങ്ങിട്ട് റംബൂട്ടാന്റെ ഫിഗറും പിടിച്ചിട്ട് പെരക്കാത്തിരിക്കുവാ. എനിക്ക് 2 പ്രേമമുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് 2 മക്കളുണ്ട്. അതെങ്ങനെ? ഞാൻ എറണാകുളത്ത് ട്രെയിനിൽ പോയപ്പോ കിട്ടിയതാണ്. ആരെങ്കിലും ഉപേക്ഷിച്ചു പോയത്? അല്ല, അടുത്തിരുന്ന ഊട്ടി പോട്ടെന്ന് അപേക്ഷപ്പോ കിട്ടി. ഞാൻ തന്നെ ഇവിടെ പമ്പർച്ചിരി വരുന്ന പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു അമ്മാവൻ എന്നോട് ചോദിച്ചു വല്ലതും കിട്ടുന്നുണ്ടോ. ഞാൻ പറഞ്ഞു പിന്നെ കിട്ടുന്നുണ്ടോ. അമ്മാവൻ പറഞ്ഞു അതല്ല, ഈ സാബുവിനും നസീറിനും മഞ്ജുവിനും ഒക്കെ വല്ലതും കിട്ടുന്നുണ്ടോ.